ഹലോ, വെൽക്കം ബാക്ക് ടു അനൂസ് മാജിക് പ്ലേറ്റ്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു 4 മണി പലഹാരമാണ്. നമ്മുടെ നാടൻ ഏത്തപ്പഴവും കൊണ്ട് തയ്യാറാക്കുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണ് സ്വീറ്റ് ബനാന ബോൾസ്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണിത്. അപ്പോൾ അത് എങ്ങനെയാണ് റെഡിയാക്കുന്നത് നമുക്ക് നോക്കാം. അതിനു മുൻപായി ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. എങ്കിലൊട്ടും താമസിക്കേണ്ട, വീഡിയോ കാണാം. അപ്പോൾ ബനാന ബോൾസ് ഉണ്ടാക്കുവാനായിട്ട് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് നന്നായിട്ട് പഴുത്ത ഏത്തപ്പഴമാണ്. ഇത് 2 ചെറിയ സൈസിലുള്ള ഏത്തപ്പഴം ഞാനിവിടെ ഈ ഒരു രീതിയിൽ ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് തേങ്ങ ചിരകിയത്, പിന്നെ അണ്ടിപ്പരിപ്പ് ഒരു 2 ടീസ്പൂൺ, അതുപോലെ കിസ്മസ് 2 ടീസ്പൂൺ, പിന്നെ ആവശ്യത്തിന് പഞ്ചസാര. ഇത്രയും നമുക്ക് ആദ്യം നെയ്ക്കകത്ത് വഴറ്റിയെടുക്കണം. അതിനായിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ ഞാൻ അടുപ്പത്ത് വെച്ച് സ്റ്റൗ ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ നിറച്ച് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യ് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആദ്യം നമ്മൾ മുറിച്ച് വെച്ച ഏത്തപ്പഴം ചേർത്ത് കൊടുക്കാം. തീ നന്നായിട്ട് കുറച്ച് വെക്കുക. ഏകദേശം കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ഉടഞ്ഞു വരണം. ആ ഒരു സമയമാകുമ്പോൾ നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരമാണിത്. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. ചെറിയ രീതിയിലൊന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ എടുത്തു വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കിസ്മസും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ അണ്ടിപ്പരിപ്പൊക്കെ ചെറുതായിട്ട് നുറുക്കിയെടുത്തതാണ്. അതുപോലെ കിസ്മസ് ആണെങ്കിലും ഞാൻ 2ആയിട്ട് മുറിച്ച് വെച്ചതാണ്. ഇതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കണം. ബനാന ബോൾസ് കഴിക്കുമ്പോൾ അണ്ടിപ്പരിപ്പിൻ്റെയും കിസ്മസിൻ്റെയും കടി കിട്ടുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇതിലേക്ക് നമ്മൾ പഞ്ചസാര ചേർത്തില്ല. പഞ്ചസാര ചേർക്കണം. 2 ടേബിൾ സ്പൂൺ നിറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. തീ നന്നായിട്ട് കുറച്ച് വയ്ക്കാൻ ശ്രദ്ധിക്കുക. പഞ്ചസാര നന്നായിട്ട് മെൽറ്റ് ആകുന്നിടം വരെ ഇളക്കി കൊടുക്കുക. നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ കുറച്ച് ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഈ ഒരു സമയത്ത്. അത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ മാത്രം ഒരു 3 നുള്ള് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഇങ്ങനെ ഒന്നിച്ച് കൂടിയിരിക്കുന്ന രീതിയിൽ, പാനിൽ നിന്ന് വിട്ടു വരുന്ന രീതിയിൽ ആകണം. ഇതാണ് കറക്റ്റ് പരുവം. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷം നമുക്ക് ഉരുളകളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ആ കൂട്ടിൻ്റെ ചൂടാറുന്ന സമയം കൊണ്ട് നമുക്ക് മൈദ മാവ് കലക്കിയെടുക്കാം. ഒരു 1/4 കപ്പ് മൈദ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് കലക്കിയെടുക്കാം. അത് നമുക്കധികം കട്ടയില്ലാതെ വേണം ഉണ്ടാക്കിയെടുക്കാനായിട്ട്.
അപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം കിട്ടാനായിട്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കണം. അതിനായിട്ടൊരു വൈറ്റ് ബ്രെഡ് ഒരു 5 പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇവിടെ ബ്രെഡ് ക്രംസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഏത്തപ്പഴക്കൂട്ടിൻ്റെ ചൂടെല്ലാം മാറി ഈ ഒരു വലിപ്പത്തിൽ ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഇതേ 2 ഏത്തപ്പഴം കൊണ്ട് നമുക്കിതുപോലെ 8 എണ്ണം തയ്യാറാക്കിയെടുക്കാൻ പറ്റി. ഇനി ഇത് ഈ മൈദാമാവിൽ മുക്കി റൊട്ടിപ്പൊടിയിൽ മുക്കി നമുക്ക് എണ്ണയിൽ വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. ഈ മൈദാമാവിലേക്ക് ഒരു 2 നുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം, ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട്. അപ്പോൾ വറുത്തെടുക്കുവാനായിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പത്ത് വെച്ച് സ്റ്റൗ ഓൺ ചെയ്തു. അപ്പോൾ പാൻ നന്നായിട്ട് ചൂടായി. ഇനി ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. വറുക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരട്ടെ. എണ്ണ ചൂടാകുന്ന സമയം കൊണ്ട് നമുക്ക് ഓരോ ബോൾസ് എടുത്ത് മൈദാമാവിലും അതുപോലെ റൊട്ടിപ്പൊടിയിലും മുക്കി മാറ്റി വയ്ക്കാം. നന്നായിട്ട് മുക്കിയെടുക്കുക. അതുപോലെ റൊട്ടിപ്പൊടിയിൽ നന്നായിട്ട് പൊതിഞ്ഞ് വയ്ക്കുക. അങ്ങനെ ഓരോ ബോൾസും നമുക്ക് ആക്കിയെടുക്കാം. അപ്പോൾ എല്ലാം തന്നെ നമ്മൾ റൊട്ടിപ്പൊടിയിൽ നന്നായിട്ട് പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ തീ വളരെ കുറച്ച് വെച്ചിട്ടാണ് പോയത്. ഇനി ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. തീ വളരെ കുറച്ച് വയ്ക്കാൻ ശ്രദ്ധിക്കുക. റൊട്ടിപ്പൊടി ആയതുകൊണ്ട് തീ കൂട്ടി വെക്കാൻ പാടില്ല, പെട്ടെന്ന് കരിഞ്ഞു പോവും. എല്ലാ ഭാഗവും എണ്ണയിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. തീ എപ്പോഴും കുറച്ച് വെക്കണമെന്നില്ല, ഇടയ്ക്കൊന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ മീഡിയം ഫ്ലെയിമിലേക്കാണ് ഇട്ടിരിക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ വെക്കാൻ പാടില്ലെന്നേ ഉള്ളൂ. എല്ലാ ഭാഗവും നമുക്ക് ഇതുപോലെ ബ്രൗൺ കളർ ആകണം. ഒരുപാട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ആ റൊട്ടിപ്പൊടി ഒന്ന് മുരിഞ്ഞ് കിട്ടിയാൽ മതി. ഏത്തപ്പഴവും ഉള്ളിലത്തെ എല്ലാം തന്നെ നന്നായിട്ട് നമ്മൾ വഴറ്റിയെടുത്തതാണ്. അപ്പോൾ ഏകദേശം ആയി വന്നിട്ടുണ്ട്. നമ്മുടെ സ്വീറ്റ് ബനാന ബോൾസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു തുളയുള്ള പാത്രത്തിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ സ്വീറ്റ് ബനാന ബോൾസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഏത്തപ്പഴം കൊണ്ട് നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുത്ത ഒരു 4 മണി പലഹാരമാണിത്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി വേറൊരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.